വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ്. അതിൻ്റെ പേര് സ്നോ പുഡിംഗ്. നമ്മൾ ഡിസംബറിൽ മഞ്ഞൊക്കെ വീണ് കിടക്കുമ്പോൾ കാണാൻ വളരെ ഭംഗിയല്ലേ? അതുപോലെ തന്നെയാണ് ഈ സ്നോ പുഡിംഗ് കാണാനും വളരെയധികം ഭംഗിയാണ്. ഭംഗി മാത്രമല്ല, അത് കഴിക്കാനും വളരെ രുചിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. സ്നോ പുഡിംഗ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് 3 കപ്പ് പാലാണ്. അത് 2% മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഫുൾ ഫാറ്റ് മിൽക്കും എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, തണുത്ത പാൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. കാച്ചിയ പാലിൻ്റെ ആവശ്യമില്ല, തണുത്ത പാൽ മതി. അതൊരു 3 കപ്പ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് എടുത്തു വെക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കോൺ സ്റ്റാർച്ചാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ വേണം. പിന്നെ കുറച്ച് ഷുഗർ വേണം. 4 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ, അത് അൺസോൾട്ടഡ് ബട്ടറാണ്. പിന്നെ വനില എസൻസ്, അതൊരു 1/4 ടീസ്പൂണാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രമെല്ലാം ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. അത് മെൽറ്റഡ് ബട്ടർ അല്ലെങ്കിൽ കുക്കിംഗ് സ്പ്രേ കൊണ്ട് നമുക്കിത് ഗ്രീസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഇൻഡിവിജ്വൽ കണ്ടെയ്നറിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്കൊരു വലിയ ട്രേ തന്നെ എടുത്തിട്ട് അതിനകത്ത് എടുത്ത് വെക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ഗ്ലാസ് കണ്ടെയ്നറോ അല്ലെങ്കിൽ സെറാമിക് കണ്ടെയ്നറോ ഏതെങ്കിലും കണ്ടെയ്നറിനകത്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാ വശവും നന്നായി ഗ്രീസ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഈ പാത്രങ്ങളെല്ലാം ഞാൻ നന്നായി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങാം. ആദ്യം ഞാൻ പാലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്യുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് തണുത്ത പാലിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്യുക, കട്ടയൊന്നും കൂടാതെ നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ ആഡ് ചെയ്യുക. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. പിന്നെ വനില എസൻസ് 1/4 ടീസ്പൂൺ വനില എസൻസും നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മളിത് സ്റ്റൗവിൽ വെക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇളക്കാൻ തുടങ്ങണം. കാരണം കോൺ സ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഇളക്കി ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ പതുക്കെ കുറുകാൻ തുടങ്ങും. അപ്പോഴെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ബട്ടർ കൊണ്ട് ആഡ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഈ പാല് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമുക്ക് കാണാമല്ലോ അത് കുറുകി വരുന്നത്. അപ്പോൾ ഒരു ഭയങ്കര ഷൈനി ആയിട്ടുള്ള ഒരു സർഫസാണ് നമുക്ക് കാണുന്നത്. ഇത് കുറച്ചുകൂടി റെഡി ആകാനുണ്ട്. ഒരു 1 മിനിറ്റ് കൂടി നമ്മളിത് മിക്സ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് 5 മിനിറ്റ്സ് ആൻഡ് 30 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ നന്നായി കുറുകിയിട്ടുണ്ട്. ഏകദേശം ഈ സമയമാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കണ്ടോ, നന്നായിട്ടത് കുറുകിയിട്ടുണ്ട്, തിക്കായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങളിലേക്ക് നമുക്ക് ഈ മിക്സ് ഉടനെ തന്നെ ഒഴിച്ചു വെക്കണം. കാരണം കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ടിയായി പോകും. അതുകൊണ്ട് നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്തതിന് ഉടനെ തന്നെ ഈ ഗ്ലാസ് കണ്ടെയ്നറുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ ഇത് ഒഴിച്ചു വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ആറാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ആറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിക്കണം. ഇതൊരു 1-2 മണിക്കൂർ വെച്ച് തണുപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല തണുത്ത് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതെല്ലാം നന്നായി തണുത്തിട്ടുണ്ട്. ഞാനിതൊരു ക്ലിംഗ് റാപ്പ് അല്ലെങ്കിൽ നമുക്ക് അലുമിനിയം ഫോയിൽ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. എയർ ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാൻ എല്ലാ കണ്ടെയ്നേഴ്സും ഇതുപോലെ ക്ലിംഗ് റാപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്യുകയാണ്. എല്ലാം ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു ഫ്രിഡ്ജിൽ ഒരു 1 അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതെടുത്തു. ഇപ്പോൾ കവറൊക്കെ മാറ്റി. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിയായിട്ടുണ്ട്. എല്ലാം നല്ല റെഡിയായിട്ടിരിപ്പുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കണം. അതിന് ഡെക്കറേഷന് വേണ്ടിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇത് ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒന്ന് ചെയ്താൽ വളരെ ഭംഗിയായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഷ്രെഡഡ് കോക്കനട്ട് അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട്.
അതൊരു പാത്രത്തിൽ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് ചെറി, ഓരോന്നിൻ്റെ മുകളിൽ ഒരു ചെറി വെച്ചാൽ വളരെ ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് ചെറി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മിൻറ്റ് ലീഫ്, പിന്നെ നമ്മൾ കപ്പ് കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന സ്പ്രിങ്കിൾ മിക്സ് ഉണ്ടല്ലോ, അതും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നത് കൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ, എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ആദ്യം നമ്മുടെ ഈ മോൾഡിനകത്ത് നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇത് കണ്ടോ, ഞാൻ പതുക്കെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത് വിട്ടുപോരുന്നുണ്ട്. വേറെ നൈഫൊന്നും ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കാണിക്കുന്നത് എങ്ങനെയാണെന്ന്. ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക് എടുക്കുമ്പോൾ തന്നെ കാണാമല്ലോ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. വളരെ സോഫ്റ്റാണിത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ കുറച്ച് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കേട്ടോ, ഇതുപോലെ അങ്ങ് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ടല്ലോ, അതിന് വേണ്ടിയാണ്. ചിലർക്ക് കോക്കനട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അവർ പ്ലെയിനായിട്ട് കഴിച്ചാലും മതി. ഇതുപോലെ നമ്മൾ എല്ലാ സൈഡിലും കോക്കനട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് വെക്കുക. കണ്ടോ, എന്ത് എളുപ്പത്തിൽ ഇത് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്നത്. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് കോക്കനട്ടിലിട്ട് ഇടുകയും ചെയ്യാം, കയ്യിലെടുക്കാതെ ഡയറക്റ്റായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ പാത്രത്തിലേക്ക് ഇതുപോലെ നമുക്ക് എടുത്തു വെക്കാം. അതിനുശേഷം കുറച്ച് മുകളിലൂടെ നമുക്കൊന്ന് ഇടാം. നമ്മളിത് സെർവിങ് ഡിഷിലേക്ക് നമുക്ക് ഇത് എടുത്തു വെക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ചെറി അതിന് മുകളിലോട്ട് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ഓരോന്ന് നമുക്ക് വെക്കാം. അതിൻ്റെ കൂടെ 2 മിൻറ്റ് ലീഫും കൂടെ ഓരോ സൈഡിലോട്ട് വെച്ചാൽ ഒന്നുകൂടെ ഭംഗിയാവും. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ കപ്പ് കേക്കും ഡെക്കറേറ്റ് ചെയ്യാം. ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് സിൽവർ കളേർഡ് സ്പ്രിങ്കിൾസ് ഉണ്ട്, അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. അതോടെ വെക്കുമ്പോൾ ഒന്നുകൂടി ഒരു ലുക്കുണ്ടല്ലോ, അതിന് വേണ്ടിയാണ് ഞാനിത് വെക്കുന്നത്. വേറൊന്നിലേക്ക് ഞാൻ ഗോൾഡൻ കളറുള്ള സ്പ്രിങ്കിൾസ് ഇടുകയാണ്. ഇതെല്ലാം കൂടി ആ റെഡും ഗ്രീനും ഗോൾഡും എല്ലാം കൂടെ ആകുമ്പോൾ വളരെയധികം ഒരു ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ ഈ സ്നോ പുഡിംഗ് കാണാൻ. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് എല്ലാം റെഡിയായി, ഡെക്കറേഷൻ കംപ്ലീറ്റഡായി, എല്ലാം കഴിക്കാൻ റെഡിയായിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു സോഫ്റ്റാണിതെന്ന്. കണ്ടോ, പെട്ടെന്ന് അങ്ങ് മുറിഞ്ഞു പോരും. നല്ല സോഫ്റ്റാണ്, ഡെലിക്കേറ്റാണ്. കണ്ടല്ലോ, വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ സ്നോ പുഡിംഗ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നു എന്നറിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. Bye for now.